കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു ജനപ്രിയ പദ്ധതിയാണ് PM കിസാൻ സമ്മാന നിധി പദ്ധതി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ്, പ്രത്യേകിച്ച് ഈ ഓണാവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ PM കിസാൻ പദ്ധതി എത്ര നാൾ ഇത് മുന്നോട്ട് പോകും എന്നുള്ള ഒരു സംശയം എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു തീരുമാനം വന്നിരിക്കുകയാണ്. ഇനി വരുന്ന 5 വർഷം കൂടി ഈ പദ്ധതി മുന്നോട്ട് തടസ്സമില്ലാതെ കൊണ്ടുപോകും എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്ക് PM കിസാൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് 3.15 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ PM കിസാൻ പദ്ധതി. രാജ്യത്ത് 10 കോടിയോളം നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞതുപോലെ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് ഈ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി. അപ്പോൾ ഇതിലേക്ക് പുതിയതായിട്ട് ചേരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുകയുണ്ടായി. ഒട്ടുമിക്ക സോഷ്യൽ മീഡിയകളിലും ഇത് പുതിയ വീഡിയോ അവർ അപ്ലോഡ് ചെയ്യും. പക്ഷേ അത് പുതിയ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 2018-19 മുതൽ ഉടമയുടെ പേരിൽ തന്നെ കരമടച്ച രസീതും അതോടൊപ്പം തന്നെ ഉടമ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായി ചെയ്ത് കൃഷി ഓഫീസർ അപ്രൂവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ പുതിയ അപേക്ഷ നമുക്ക് വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പറഞ്ഞ PM കിസാൻ പദ്ധതിയിൽ അംഗമായ കർഷക സുഹൃത്തുക്കൾ നിർബന്ധമായിട്ടും അവരുടെ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി, ജൂൺ 30-നുള്ളിൽ ഈ പറഞ്ഞ പോലെ KYC പൂർത്തിയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറഞ്ഞ്. പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇല്ല. പക്ഷേ നമ്മൾ സമയബന്ധിതമായി അടുത്ത ഗഡു വരുന്നതിന് മുന്നായിട്ട് തന്നെ, ഇപ്പോൾ 23ാമത്തെ ഗഡുവാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം, പല ഘട്ടങ്ങളിലായി 3 ഗഡുക്കളായി 6000 രൂപ വെച്ചാണ് വർഷത്തിൽ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ വഴിയാണ് ഈ പറഞ്ഞ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നതാണ് അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ. അത് ചെയ്തവർ അത് അപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് അപേക്ഷ സമർപ്പിച്ച ആളുകൾ അവരുടെ സ്റ്റാറ്റസ് കയറി പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ബാങ്കിൽ KYC നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബാങ്കിലെ അക്കൗണ്ടിലും നമ്മുടെ ആധാറിലും എല്ലാം ഫോൺ നമ്പർ അന്ന് കൊടുത്തത് തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ലാൻഡ് സീഡിങ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു തവണ നമ്മൾ മെനക്കിട്ട് കൃത്യമാക്കി കഴിഞ്ഞാൽ, വൺസ് ഈ പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മുടക്കമില്ലാതെ കണ്ടിന്യൂസ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി പദ്ധതി. അപ്പോൾ ഇത് 2031 കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഇനിയും 5 വർഷത്തേക്ക് നമുക്ക് ഇത് നീട്ടിക്കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പദ്ധതിയുടെ ഈ പദ്ധതിയും അതുപോലെ തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഗ്രി സ്റ്റോക്ക് നിർബന്ധമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ അഗ്രി സ്റ്റോക്കിനെ കുറിച്ചിട്ട് വിവിധ വീഡിയോകൾ കൃത്യമായിട്ട് നമ്മുടെ SG ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് ആളുകൾ ഇത് സംശയം ചോദിച്ച് നമ്മുടെ സെൻറ്ററിൽ വരികയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അഗ്രി സ്റ്റോക്ക് മാൻഡേറ്ററി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ID ഇനിയിപ്പം ചോദിക്കും. അതോടൊപ്പം തന്നെ ഈ അഗ്രി സ്റ്റോക്ക് ID നമുക്ക് ഇതുവരെയും ആയിട്ടില്ല, അപ്രൂവ്ഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാർഡ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു നിരവധി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ID കാർഡ് ലഭിക്കുന്നത് ഇനി ഒരു അറിയിപ്പ് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ആനുകൂല്യം തടസ്സപ്പെടാതെ തന്നെ കിട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും ഈ വീഡിയോയും ഒന്ന് നിങ്ങൾ
ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.